ഒരു ചെറിയ കുട്ടി രാത്രിയായാൽ മാത്രം അവൻ അസാധാരണമായി വളരാൻ തുടങ്ങി. അവന്റെ കൈകളും കാലുകളും അത്രത്തോളം നീളും. അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും പോരാതാകും. അവനെ കണ്ടാൽ ഒരു സാധാരണ കുട്ടിയേക്കാൾ ഒരു രാക്ഷസനെ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ കാണുന്ന ഈ 2 പേർ ഇവർ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഭൂതങ്ങളെയും അസ്വാഭാവിക സംഭവങ്ങളെയും റിസർച്ച് ചെയ്യുന്ന വ്യക്തികൾ. ഈ 2 പേരും ആ വീട്ടിലേക്ക് പോയി രാത്രി നടക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ഭയങ്കരമായി മാറാൻ പോവുകയാണ്. മുൻകൂട്ടി തന്നെ ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ രാത്രി കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ. എനിക്കറിയാം, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണുമെന്ന്. അതോടൊപ്പം ഈ സ്റ്റോറിയുടെ അവസാനം മെക്സിക്കോയിലെ ഒരു ടോയ് സ്റ്റോറിൽ നടന്ന ഒരു ഭയാനകമായ സംഭവവും ഞാൻ നിങ്ങളെ അറിയിക്കാം. വീഡിയോയിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഇവിടെ കാണുന്ന ഈ 2 പേരും പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് എന്ന് ഞാൻ ഇതിനകം പറഞ്ഞല്ലോ. വീട്ടിലേക്ക് കയറിയ ശേഷം അവർ വീട് മുഴുവനും CCTV ക്യാമറകൾ ഫിക്സ് ചെയ്തു. ഓരോ റൂമിലെയും ഫുട്ടേജ് അവരുടെ കൈവശം റെക്കോർഡാകുന്നു. ഫസ്റ്റ് ഫുട്ടേജ് അവർ ഇരുവരുമുള്ള റൂം, സെക്കൻഡ് ഫുട്ടേജ് ആ കുട്ടിയുടെ റൂം, തേർഡ് ഫുട്ടേജ് ആ കുട്ടിയുടെ അമ്മയുള്ള റൂം. രാത്രി ആയതോടെ ക്യാമറകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എല്ലാവരും തങ്ങളുടേതായ മുറിയിലേക്ക് ഉറങ്ങാൻ പോകുന്നു. രാത്രി കൂടുന്തോറും ടെൻഷനും വർദ്ധിക്കുന്നു. 12 മണിക്ക് ശേഷം ഭയം വീണ്ടും ശക്തമാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കുട്ടി ഹോണ്ടഡ് ആണ്, ഒരു ഭൂതം അവനെ പിടിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഉറക്കം വരുമോ? നമ്മുടെ വീടിന് പുറത്ത് ഒരു പൂച്ച കരഞ്ഞാൽ പോലും നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യമാണിത്. രാത്രി ഏകദേശം 1 മണിയാകുമ്പോൾ ആ കുട്ടിയുടെ മുറിയിൽ നിന്നും വലിയ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പെട്ടെന്ന് അവൻ്റെ കൈകളും കാലുകളും ബെഡ്ഷീറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കാണാം. ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ചു നോക്കുക. അപ്രതീക്ഷിതമായി ആ കുട്ടിയുടെ കൈ കാലുകൾ നീളുന്നത് കാണാം. ഇത് റിയൽ ആണോ ഫേക്ക് ആണോ ഇത് നമുക്കിപ്പോൾ മാറ്റിവെക്കാം. പക്ഷേ കാണാൻ എത്ര ഭയങ്കരമാണ് അല്ലേ? ഇപ്പോൾ ആ കുട്ടി തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അവിടെ നിന്നും വരുന്ന ശബ്ദങ്ങളും അതിഭയാനകമാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും അവനൊരു കുട്ടിയെപ്പോലെയേ അല്ല, ഒരു രാക്ഷസനായി മാറിയിരിക്കുന്നു. അടുത്ത മുറിയിൽ ആ കുട്ടി എത്ര ശബ്ദമുണ്ടാക്കിയിട്ടും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണർന്നില്ല. ഇപ്പോൾ ആ കുട്ടി തൻ്റെ അമ്മയുള്ള ആ മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ആ അമ്മയെ ബലമായി വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരുന്നു. അവർ ശബ്ദമുണ്ടാക്കിയതോടെ ആ കുട്ടി അവിടെ നിന്നും മാറി തൻ്റെ മുറിയിലേക്ക് പോയി ഉറങ്ങുന്നു. ജസ്റ്റ് ഒന്ന് മിസ്സായി, ഇല്ലെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് വലിയ അപകടം സംഭവിച്ചേനെ. അങ്ങനെ 2ാം ദിവസം ഇന്ന് ആ കുട്ടി എത്ര രാത്രിയായിട്ടും ഉറങ്ങുന്നില്ല. അവൻ കസേരയിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവൻ ക്യാമറയിലേക്ക് നോക്കി. കാണുമ്പോൾ അത് നമ്മളെ തന്നെ നോക്കുന്നത് പോലെ തോന്നും. മുൻപുള്ള ദിവസം അവൻ അമ്മയുടെ മുറിയിലേക്ക് വന്നതുകൊണ്ട് ഇത്തവണ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അമ്മയുടെ ബെഡ്റൂം ഡോറിനകത്ത് 2 കസേരകൾ വെച്ച് തടയുന്നു. ആ കുട്ടിക്ക് ഡോർ തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ വളരെ ദേഷ്യം പിടിക്കുന്നു. അവസാനം ദേഷ്യം സഹിക്കാനാകാതെ അവൻ തൻ്റെ തല കൊണ്ട് തന്നെ ആ ഡോർ തകർത്തു. ഭ്രാന്ത് പിടിച്ചതുപോലെ അമ്മ നിലവിളിക്കാൻ തുടങ്ങി. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉടൻ തന്നെ തങ്ങളുടെ മുറിയിൽ നിന്നും ഓടിയെത്തുന്നു. പക്ഷെ അവിടെ കണ്ടത് ആ കുട്ടിയും അവൻ്റെ അമ്മയും അവിടെ ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു റൂമിലിരിക്കുമ്പോൾ പുറത്തു നിന്നും ആരോ ഡോറ് തകർത്തകത്തേക്ക് കയറിയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ആ വീട്ടിൽ ഈ 2 പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മാത്രമാണുള്ളത്. ആ കുട്ടി അവൻ്റെ അമ്മ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോലീസിൽ പരാതി നൽകിയിട്ടും ആ അമ്മയും കുട്ടിയും എവിടെയാണെന്ന് കണ്ടെത്താനായില്ല. ഇന്നും അവരിരുവരും മിസ്സിംഗ് തന്നെയാണ്. ഈ ഒരു ഫൂട്ടേജ് ലൈഫ് ഓഫ് ലക്ഷറി എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അവർ ചെയ്യുന്നത് എന്തെന്നാൽ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ അടിസ്ഥാനമാക്കി നമുക്ക് കാണിക്കാൻ ഒരു ഇമാജിനറി വീഡിയോ ക്രിയേറ്റ് ചെയ്യും. അതിനാൽ ഈ ഒരു സംഭവം 99% റിയൽ ആണ്. പക്ഷേ ഈ കാണിച്ച ഫൂട്ടേജ് ഇത് ലൈഫ് ഓഫ് ലക്ഷറി ടീം ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിലൂടെ ഇങ്ങനൊരു സംഭവം യഥാർത്ഥത്തിൽ നടന്നു എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം. ഇപ്പോൾ അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. മെക്സിക്കോയിലെ ഒരു ടോയ് സ്റ്റോറിൽ ഒരു ഭൂതം ക്യാമറയിൽ റെക്കോർഡായ ഒരു ഫുട്ടേജ്. ഇത് ശ്രദ്ധിച്ചു നോക്കുക. ആ പെൺകുട്ടിയുടെ മുകളിലേക്ക് ആരോ എന്തോ എറിഞ്ഞതുപോലെ തോന്നിയില്ലേ?
ആ ഷോപ്പ് ഓണറുടെ പേര് മാരിയോ എന്നാണ്. ആ ഷോപ്പ് അവിടുത്തെ ആളുകളെല്ലാം ഹോണ്ടഡ് എന്ന് വിശ്വസിക്കുകയാണ്. മാരിയോ എന്ന ഷോപ്പ് ഓണർ തൻ്റെ ഷോപ്പിൽ നടക്കുന്ന പാരനോർമൽ ആക്ടിവിറ്റികൾ റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിൽ നിരവധി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കണ്ട ശേഷം അവസാനം ആളുകൾ ഭൂതങ്ങൾ ശരിക്കും ഉണ്ട്, അവ ഈ ഹോണ്ടഡ് സ്റ്റോറിലുണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ആ ഷോപ്പിലുള്ള ആ എന്തോ ഒന്ന്, ആ ഒരു ആത്മാവ് ഓണർ മാരിയോയെ മാത്രമല്ല അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയും ഡിസ്റ്റർബ് ചെയ്തു. ഈ ക്ലിപ്പ് ഒന്ന് നോക്കുക. ഈ മുറിയിലുള്ള പൊമ്മകൾ രാത്രി സ്വയം അനങ്ങുന്നത് പോലെ കാണാം. അതുപോലെ തന്നെ ഈ ഷോപ്പിലുള്ള പാവകൾ വളരെ വിചിത്രമായി പെരുമാറുന്നതും മാരിയോ ശ്രദ്ധിച്ചു. രാത്രി സമയത്ത് മാരിയോ എല്ലാ പാവകളെയും ഒരു സ്ഥലത്ത് വെച്ച് പോകും. പക്ഷെ അടുത്ത ദിവസം ഷോപ്പ് തുറക്കുമ്പോൾ ആ പാവകൾ അവൻ വച്ച സ്ഥലത്ത് കാണില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു ഷോപ്പ് ഓണർ തൻ്റെ സ്വന്തം ഷോപ്പിനെ ഇങ്ങനെ മോശം പേരിലാക്കുമോ? ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ തനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ റിയലായി സംഭവിക്കുന്നത് കൊണ്ട് മാരിയോ ഈ ഇൻസിഡൻസ് എല്ലാം പബ്ലിക്കിന് ഷെയർ ചെയ്തു. ഇനി തൻ്റെ ഈ സ്വന്തം ഷോപ്പിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് മാരിയോ ഉറപ്പിച്ചത് എപ്പോഴാണെന്ന് അറിയണ്ടേ? നിങ്ങൾ തന്നെ ക്ലിപ്പ് കാണുക. തീർച്ചയായും ഇത് വളരെ ഭയാനകമാണ്. ഈ ക്ലിപ്പ് കണ്ടതിന് ശേഷമാണ് മാരിയോ തൻ്റെ ഷോപ്പ് ഒരു ഹോണ്ടഡ് ആണെന്ന് വിശ്വസിച്ചത്. ഈ ഒരു സംഭവം CCTV ക്യാമറയിൽ റെക്കോർഡായി. ഈ ഒരു ഫുട്ടേജ് ശ്രദ്ധിച്ചു നോക്കുക. ചില പൊമ്മകളുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായ മുഖം നമുക്ക് വ്യക്തമായി കാണാം. അത് എന്താണ്, ആരാണ്, എവിടെ നിന്നാണ് വന്നത് ആർക്കും അറിയില്ല. അടുത്ത ദിവസം ആ റൂമിലേക്ക് വീണ്ടും ചെന്നപ്പോൾ അങ്ങനെ ഒരു രൂപം എവിടെയും കാണുന്നില്ല. ആ ഫുട്ടേജ് കണ്ട ശേഷം മാരിയോ ആ ഷോപ്പിലേക്ക് കാല് വയ്ക്കുന്നത് തന്നെ നിർത്തി. അവസാനം ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് ആ ഷോപ്പ് മുഴുവനും തകർത്തു. പാവകളെല്ലാം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ നിലയിൽ ഉപേക്ഷിച്ചു. ആരും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത നിലയിൽ അതെല്ലാം പൂർണ്ണമായും നശിപ്പിച്ചു. എങ്കിലും ഇന്നും ചില ആളുകൾ ആ സ്ഥലം വാങ്ങാൻ പോലും പേടിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ ഭയാനകമാണ്. ഏത് ടോയ് ആയാലും, റോഡിൽ വീണ് കിടക്കുന്ന വിചിത്രമായ വസ്തുക്കളായാലും ചവിട്ടുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. ശരിക്കും അതൊക്കെ ഉള്ളതാണോ? അസ്വാഭാവികമായതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ ഒരിക്കലും ലഘുവായി എടുക്കരുത്. അത് ശരിയാണ്. നമുക്കറിയില്ല എന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നൊരിക്കലും വാശി പിടിക്കാനും പാടില്ല. റോഡിലോ വഴിയരികിലോ ശ്മശാനത്തോ പഴയ വീടുകളിലോ കാണുന്ന വിചിത്രമായ വസ്തുക്കൾ, അതിപ്പോൾ പാവകളായാലും അവയെ ചവിട്ടുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത്. നമുക്ക് വിശ്വാസമില്ലെങ്കിലും മറ്റുള്ളവരുടെ അനുഭവങ്ങളെ നമ്മൾ അവഗണിക്കരുത്. ഭയം ഉണ്ടാകുന്ന സ്ഥലങ്ങളെയും സംഭവങ്ങളെയും അനാവശ്യമായി കൗതുകത്തോടെ തേടുന്നത് അപകടത്തിലേക്ക് നയിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള ഹൊറർ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഹൊറർ എന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.